Good morning, children. Welcome back to Max class. First standard second term third chapter ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മുൻ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സബ്ട്രാക്ഷന്റെ തുടക്കം പഠിച്ചു, അഡീഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഡീഷൻ ഫാമിലിയുടെ എൻഡിങ്ങിൽ നമ്മൾ സബ്ട്രാക്ഷന്റെ തുടക്കത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ഇന്ന് സബ്ട്രാക്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് നോക്കൂ, 24ാമത്തെ പേജ് 24th പേജിൽ 5 പക്ഷികൾ ഒരു ലൈനിൽ ഇരിക്കുന്നത് കാണാം അല്ലെ. 1 2 3 4 5 കൗണ്ട് ചെയ്ത് തിട്ടപ്പെടുത്തിക്കോളൂ. 5 ബേർഡ്സ് തന്നെയാണുള്ളത്. നെക്സ്റ്റ് പിക്ചർ നോക്കൂ, 2 പക്ഷികൾ അവിടെ നിന്നും പറന്നു പോവുകയാണ്. 5 ബേർഡ്സ് ഉണ്ടായിരുന്നു, അതിലെ 2 പക്ഷികൾ പറന്നു പോയാൽ ബാക്കി എത്ര പക്ഷികൾ ഉണ്ടാവും? 3 പക്ഷികൾ. 1 2 3 2 പക്ഷികൾ പറന്നുപോയി, അപ്പോൾ 3 എണ്ണം ഉണ്ടാവും. 5 - 2 ഈസ് ഈക്വൽ ടു 3. അതാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആദ്യം എത്ര പക്ഷികൾ ഉണ്ടായിരുന്നു? 5 പക്ഷികൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും എത്ര പക്ഷികൾ പറന്നുപോയി? -2. അപ്പോൾ എത്ര പക്ഷികൾ ബാക്കി അവശേഷിച്ചു? 5ൽ നിന്നും 2 പക്ഷികൾ പറന്നുപോയപ്പോൾ ബാക്കി 3 പക്ഷികൾ അവശേഷിച്ചു, 3 ബേർഡ്സ് അവശേഷിച്ചു. അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിസൾട്ട് 3 എന്നതാണ്. 3 ബേർഡ്സ് ആർ ലെഫ്റ്റ്. And Rani has 6 balloons. റാണിയുടെ കയ്യിൽ 6 ബലൂണുകൾ ഉണ്ടായിരുന്നു. എത്ര ബലൂണുകൾ ഉണ്ടായിരുന്നു? 6 ബലൂണുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 2 ബലൂൺ എന്തായിപ്പോയി? ബേസ്റ്റ് ആയിപ്പോയി, പൊട്ടിപ്പോയി. ബലൂണുകൾ എന്ത് സംഭവിച്ചു? പൊട്ടിപ്പോയി. 2 ബലൂൺ പൊട്ടിപ്പോവുകയാണ്, 2 എണ്ണം മൈനസ് ആയി പോയി. അപ്പോൾ അല്ലെ, അങ്ങനെയാണെങ്കിൽ എത്ര അവശേഷിക്കും? 6 ബലൂണാണ് ഉണ്ടായിരുന്നത്. എത്ര എണ്ണമാണ്? 6 എണ്ണം അല്ലെ. 6ൽ നിന്നും 2 എണ്ണം പോവുകയാണ്. 2 എണ്ണം പോകുമ്പോൾ ബാക്കി എത്രയുണ്ട്? 1 2 3 4 ബലൂൺസ് ആണ് ലെഫ്റ്റ് ചെയ്യുന്നത്. 4 ബലൂൺസ് ലെഫ്റ്റ് അല്ലെ. 4 ബലൂൺസ് ലെഫ്റ്റ് ചെയ്യുന്നു. ഇനി രാഹുൽ ഹാസ് 6 ബോൾസ്. രാഹുലിന്റെ കയ്യിൽ എത്ര ബോൾ ഉണ്ട്? 6 ബോളുകൾ ഉണ്ട്. അപ്പൊ ഞാൻ 6 ബോളുകൾക്ക് പകരം 6 പെൻസിലുകൾ എടുക്കാം. ഓക്കെ, 6 പെൻസിലുകൾ എന്റെ കയ്യിലുണ്ട്. 6 പെൻസിലുകൾ. ഓക്കെ, 6 പെൻസിലുകളാണ് എന്റെ കയ്യിലുള്ളത്. അതിലെന്ത് ചെയ്യാണ്? രാഹുൽ throws it away. രാഹുൽ അത് എറിയുകയാണ്. ഓക്കെ, സോറി, രാഹുലിന്റെ കയ്യിൽ ആകെ ഒരു ബോൾ ഇതിലുള്ളൂ. ഞാനപ്പോ ഒരു പെൻസിൽ എടുക്കാം. ഇവിടെ ഒരു പെൻസിൽ എടുക്കുകയാണ്. ഈ പെൻസിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? വലിച്ചെറിയുകയാണ്. ഓക്കെ, ഞാൻ വലിച്ചെറിഞ്ഞു. ആ പെൻസിൽ ഞാൻ വലിച്ചെറിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ നിന്ന് എന്തായി? ആ പെൻസിൽ പോയി അല്ലെ. ഒരു പെൻസിലാണ് ഉണ്ടായിരുന്നത്, ഞാൻ അതിനെ വലിച്ചെറിഞ്ഞു. അപ്പൊ ഒരു പെൻസിലിനെ ഉണ്ടായിരുന്ന എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെൻസിലിനെ ഞാൻ വലിച്ചെറിഞ്ഞു. അപ്പൊ എത്ര പെൻസിലാണ് വലിച്ചെറിഞ്ഞേ? ഒരു പെൻസിൽ തന്നെയാണ് വലിച്ചെറിഞ്ഞേ. അപ്പൊ എന്തായി? ആ പെൻസിൽ പോയി. ഇപ്പൊ എന്റെ കയ്യിൽ പെൻസിൽ ഉണ്ടോ? ഇല്ല. പെൻസിലിന്റെ വാട്ടിന് പോയി. അപ്പൊ എത്ര കിട്ടും? ബാലൻസ് 0. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഉണ്ടായിരുന്ന ഒരു പെൻസിലിനെ ഞാൻ വലിച്ചെറിഞ്ഞില്ലേ. അപ്പൊ നിങ്ങളുടെ അടുത്തോട്ട് ആ പെൻസിൽ വന്നിട്ടുണ്ട്. ആ പെൻസിൽ എടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ആൻഡ് ഇനി അപ്പുറത്തൊരു ചെറിയ ഫിഷ് അക്വേറിയം കാണാം. അതില് there are 5 fish in the fish tank. ആ ഫിഷ് ടാങ്കില് 5 ഫിഷ് ഉണ്ട്. 5 ഫിഷസ് ഉണ്ട്. നോക്കൂ, 1 2 3 4 5 അല്ലെ. A bird flies away with 1 fish. ഒരു ബേർഡ് വന്ന് അതിലൊരു ഫിഷുമായി പറന്നു പോയി കളഞ്ഞു. ഒരു ഫിഷിനെ ആര് കൊണ്ടുപോയി? ഒരു പക്ഷി കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ എന്താവും? 5ൽ നിന്നും 1 പോയി. 5ൽ നിന്നും 1 പോയി. അത് ഇങ്ങനെയാണ് എഴുതുക. 5ൽ നിന്നും 1 പോയാൽ എത്രയാണ്? 5 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 പോകുമ്പോൾ 4 ആയി മാറും. എത്രയായി മാറും? 4 ആയി മാറും. ഓക്കെ, 5ൽ നിന്നും 1 പോയാൽ 5 - 1 4 ആയി മാറും. There are 4 fish left. Rahul has 7 bananas. രാഹുലിന്റെ കയ്യിൽ 7 ബനാനകളുണ്ട്. 7 വാഴപ്പഴം ആരുടെ കയ്യിലുണ്ട്? രാഹുലിന്റെ കയ്യിലുണ്ട്. He feeds his calf 4 bananas. അവന്റെ പശുക്കുട്ടിക്ക് അവൻ 4 ബനാന കൊടുത്തു. 7ൽ നിന്നും 4 ബനാനകൾ അവൻ പശുക്കുട്ടിക്ക് കൊടുത്തു. 7 - 4. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എത്രയാണ് വരിക? 7ൽ നിന്നും 4 പോയാൽ 7ൽ നിന്നും 4 പോവുകയാണ്. 2 എണ്ണം ഇവിടെ നിന്നും പോയി, 1 2 വീണ്ടും 2 എണ്ണം പോയി. 1 2 3 4 4 എണ്ണം പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 3 ബനാനാസ് ലെഫ്റ്റ് ചെയ്യും അല്ലെ. 3 ബനാനയാണ് ബാക്കി അവശേഷിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ എന്താണ് സബ്ട്രാക്ഷൻ എന്ന്? ഇത് മനസ്സിലാവാനായി നിങ്ങളിത് വീണ്ടും കേൾക്കണം, ഇതൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ബലൂണുകൾക്ക് പകരം ബലൂണുകൾ വരച്ച് നോക്കുക. പക്ഷികൾക്ക് പകരം പക്ഷികളെ വരച്ച് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് 2 എണ്ണത്തെ വെട്ടിക്കളയുക. അപ്പൊ ബാക്കി എത്ര ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി 3 + 2 5 5 - 3 2. സബ്ട്രാക്ഷൻ എന്താണെന്ന് അവിടെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. 3ഉം 2ഉം ചേരുമ്പോൾ 5 ലഭിക്കുന്നു. 3ഉം 2ഉം ചേരുമ്പോൾ 5 ലഭിക്കുന്നു. 3 2 2ഉം ചേർന്ന് 5. 3 + 2 ആഡ് ചെയ്തു, 5 കിട്ടി. ഇതിൽ നിന്നും 5ൽ നിന്നും 3 പോയാലോ? 5ൽ നിന്നും 3 പോയപ്പോഴോ
2 കിട്ടി. നമ്മൾ എത്രയാണോ ആഡ് ചെയ്തത് ആ സാധനം തന്നെ നമുക്ക് തിരികെ കിട്ടി. ഇതേപോലെ അവിടെയുള്ള ഓരോ ബോക്സ് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. 6 + -9, 6ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 9 കിട്ടുക? 6 കഴിഞ്ഞ് 7, 8, 9, 3 കൂട്ടുമ്പോഴാണ് 9 കിട്ടുക. 9 കിട്ടി. 9ൽ നിന്നും 6 പോയാലോ? 9ൽ നിന്നും 6 കുറച്ച് കളയുകയാണ്. അപ്പൊ എത്ര കിട്ടുമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നോക്കണം. ഓക്കെ, എങ്ങനെയാ കുറച്ച് നോക്കുക? 9ൽ നിന്നും 6 കുറയ്ക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 9 ഫിംഗേഴ്സ് എടുത്തു, ഇതിൽ നിന്നും 6 വിരലിനെ മടക്കുക. അപ്പൊ എന്ത് ശ്രമിക്കും? 3 ആണ് ലെഫ്റ്റ് ചെയ്യുക. അപ്പൊ 3 അവിടെ ആൻസർ ആയിട്ട് എഴുതാൻ സാധിക്കും. ഇതേപോലെ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഓക്കെ, 25th പേജിൽ ആ ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ദ ഫോളോയിങ് യൂസിങ് അഡീഷൻ ടേബിൾ. അഡീഷൻ ടേബിൾ ഉപയോഗിച്ച് അവിടെയുള്ളവ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അഡീഷൻ ടേബിൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അത് വെച്ച് വേണം ഇത് എന്ത് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ. 8 - 5 3. തിങ്ക് 5 + 3 is 8. അതായത് അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം 5ഉം 3ഉം ചേരുമ്പോഴാണ് 8 കിട്ടുക എന്നുള്ളതാണ്. 5ന്റെ കൂടെ എത്ര ചേർന്നാലാണ് മുമ്പിലുള്ള നമ്പർ കിട്ടുക. ഇവിടെ എന്ത് ചെയ്യണം, 7 - 2 ആണ്. 2ന്റെ കൂടെ എത്ര ചേരുമ്പോഴാണ് 7 കിട്ടുക? 5 ചെയ്യുമ്പോൾ അഡീഷൻ ടേബിൾ എടുത്ത് നോക്കി നമുക്ക് വേഗം ആൻസർ കിട്ടും. അതേപോലെ 9 - 2 ആണ്. 2ന്റെ കൂടെ എത്ര ചെയ്യുമ്പോഴാണ് 9 കിട്ടുക എന്നുള്ളത് അഡീഷൻ ടേബിളിൽ നോക്കുക. 2 + എത്രയാണ് 9 വരുന്നത്? 2 + 7 ആണ് 9 വരിക. അപ്പൊ 7 അവിടെ എഴുതി കൊടുക്കണം. അതേപോലെ 8 - 1 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ 1ന്റെ കൂടെ എത്ര ചേരുമ്പോഴാണ് 8 കിട്ടുന്നതെന്ന് അഡീഷൻ ടേബിളിൽ നോക്കുക. 1 + 7 ആണ് 8. അപ്പൊ അവിടെ 7 എഴുതി കൊടുക്കുക. 7 - 4 ആണ് അവിടെ ഉള്ളത്. അപ്പൊ 4ന്റെ കൂടെ എത്ര ചേരുമ്പോഴാണ് 7 കിട്ടുന്നതെന്ന് വേണം അഡീഷൻ ടേബിളിൽ ചെക്ക് ചെയ്യാൻ. 4ന്റെ കൂടെ എത്ര ചേരുമ്പോഴാണ് 3 ചേരുമ്പോഴാണ് 7 വരുന്നത് അല്ലേ? അപ്പൊ അവിടെ 3 എഴുതി കൊടുക്കണം. അതേപോലെ നമ്മൾ ആ ഭാഗവും കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ താഴെ കുറച്ച് സബ്ട്രാക്ഷൻ പ്രോബ്ലംസ് എന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ മിടുക്കരായിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ.